ഹലോ, ഫ്രണ്ട്സ് ഫൈൻ ട്രൂത്ത് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഏകദേശം ഒരു 30 വർഷത്തിന് മുമ്പേ വളരെ അറിയപ്പെടുന്നൊരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹം എല്ലാവർക്കും സഹായം ചെയ്യുന്ന നല്ലവനായൊരു മനുഷ്യൻ, എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു. പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ സ്വഭാവം മാറി തുടങ്ങി. പോകെ ഒരു 6 മാസത്തിനുള്ളിൽ അദ്ദേഹത്തിന് തലയ്ക്ക് സുഖമില്ലാത്ത ഒരാളെ പോലെ പെരുമാറാൻ തുടങ്ങി. അപ്പോൾ ആളുകൾ പറഞ്ഞു അദ്ദേഹത്തിന് വട്ടാന്ന് പറഞ്ഞു, വട്ട് പിടിച്ചെന്ന് പറഞ്ഞു. പിന്നെ അദ്ദേഹം അധികം ആളുകളുടെ സംസർഗമില്ലാതായി. വീട്ടുകാരെ പുള്ളിക്കാരനെ പ്രത്യേക ഒരു മുറിയിലൊക്കെ ആക്കി. അങ്ങനെ അപ്പോൾ ആൾ പൊതുവെ പറയുന്നത് വട്ടായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ പിന്നീട് ആണ് മനസ്സിലായത് അത് വട്ടൊന്നുമല്ല, അൽസൈമേഴ്സ് ബാധിച്ചതാണെന്ന്. അൽസൈമേഴ്സിനെ കുറിച്ച് അനേകം ആളുകൾക്ക് അറിയില്ല. അതൊട്ടും പ്രായമായ മിക്ക ആളുകളിലും അതുണ്ട്. ഓർമ്മക്കുറവാണ് ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് വരുന്നത്. റീസെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഓർക്കും, എന്നാൽ ഓർക്കാൻ പറ്റത്തില്ല. പഴയ കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കും. അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആളുകൾക്ക് അയാൾക്ക് നല്ല ബോധമുണ്ട്, അത്രയും പഴക്കമുള്ള കാര്യങ്ങളൊക്കെ ഓർത്തിട്ടുണ്ടല്ലോ, ഇനിയിപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം മറന്നു പോകുന്നത്. അപ്പോൾ നല്ല ബോധമുണ്ട്. അപ്പോൾ മനഃപൂർവ്വം അഭിനയിക്കുന്നതാണെന്നുള്ള രീതിയിൽ സംസാരിക്കും. അവർ അഭിനയിക്കുന്നൊന്നുമല്ല, അത് അവരുടെ രോഗത്തിൻ്റെ ഭാഗമാണ് അൽസൈമേഴ്സ്. പിന്നെ വേറൊരു സംഗതി വെച്ചിട്ടുണ്ടെങ്കിൽ സോഡിയം കുറഞ്ഞു പോകും ശരീരത്തിൽ. സോഡിയം കുറഞ്ഞു പോകുമ്പോഴും ആളുകൾ അതുപോലെ പെരുമാറും. പിച്ചും പേയും പിറന്ന പോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകും. ഭയങ്കരമായിട്ടുള്ള ദേഷ്യം കാണിക്കും. അപ്പോൾ അപ്പോഴും ഇതിനെ സംബന്ധിച്ച് തിരിച്ചറിവില്ലാത്ത മക്കളോ അല്ലെങ്കിൽ ബന്ധുക്കളോ അവരൊക്കെ വളരെ മോശമായിട്ട് അവരോട് പെരുമാറും. പ്രായമായവരോട് അവരിൽ ഉള്ള കുഴപ്പമല്ല, അത് ശാരീരികമായിട്ടുണ്ടാകുന്ന ഇത്തരം പ്രശ്നങ്ങളാണ്. അത് തിരിച്ചറിയണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട സംഗതി. വിശേഷിച്ച് പ്രായമായ മാതാപിതാക്കളുള്ള മക്കൾ തിരിച്ചറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. സോഡിയം കുറഞ്ഞു പോകുമ്പോൾ സമാനമായ പെരുമാറ്റം ഉണ്ടായി. അപ്പോൾ അവരുടെ പെരുമാറ്റങ്ങളെ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തോ വളരെ വിചിത്രമായിട്ട് തോന്നും. അപ്പോൾ പണ്ടത്തെ ഒരു കാരണന്മാർ പഴമൊഴി വരുന്നില്ല, 6ഉം 60ഉം ശരിയാണെന്ന് സംബന്ധിച്ച്. അപ്പോൾ അവരുടെ ബിഹേവിയർ അങ്ങനെയായിരിക്കും പലപ്പോഴും. പക്ഷെ 6 വയസ്സുള്ള കുട്ടിയുടെ ബിഹേവിയറിൽ അവർ മണ്ടത്തരങ്ങളും കുസൃതിയെ കാണിക്കുമ്പോൾ നമ്മൾ അതിനെ തമാശ രൂപത്തിൽ കണ്ട് അതിനെ ക്ഷമ കാണിക്കും. പക്ഷേ 60 വയസ്സുള്ള ഒരാൾ ചെയ്യുമ്പോൾ അത് അവരത്രയും ബുദ്ധിയുള്ളവരല്ല, അവർക്കങ്ങ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ ആണ് ചിന്തിക്കുന്നത്. പക്ഷെ അങ്ങനെ എല്ലായിടത്ത് അൽസൈമേഴ്സ് ബാധിക്കാം. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ സോഡിയം കുറഞ്ഞു പോകുമ്പോഴുള്ള ബിഹേവിയർ ആയിരിക്കാം. ഇപ്പോൾ ഇതെന്താണെന്ന് നമുക്കറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിനെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ പഠിക്കുക എന്നുള്ളതാണ്. പെട്ടെന്ന് അങ്ങനെയുള്ളൊരു സ്വഭാവ മാറ്റം വരുമ്പോൾ അതെന്താണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ട് ആ കാര്യം ഉൾക്കാഴ്ച പ്രകടമാക്കി കുറേക്കൂടെ സ്നേഹത്തോടെ പെരുമാറി അതോടൊപ്പം തന്നെ ഒരു ഹോസ്പിറ്റലിൽ കാണിച്ചുകൊണ്ട് ശരിയായ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ പ്രശ്നമൊക്കെ പരിഹരിക്കാൻ കഴിയും. അല്ലെങ്കിൽ എന്താ സംഭവിച്ചതിനെക്കുറിച്ച് തിരിച്ചറിവില്ലാതെ പോവുകയും മാതാപിതാക്കളും മക്കളും തമ്മിൽ വളരെ ഒരു അകൽച്ചയിലേക്ക് പോവുകയും പിന്നെ അത് വളരെ ദുരിതത്തിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് ചിന്ത പ്രകടമാക്കേണ്ടത് മക്കളാണ്. അവരാണ് തിരിച്ചറിയുന്നത് എന്തുകൊണ്ട് ഇതിങ്ങനെ സംഭവിക്കുന്നു, നേരത്തെ ഇങ്ങനെ കുഴപ്പമില്ലായിരുന്നല്ലോ. അപ്പോൾ അതിനൊരു കാരണമുണ്ട്, ശാരീരികമായിട്ടുള്ള കാരണങ്ങളുണ്ട്. ഇതൊക്കെ നമ്മൾ പല ആളുകളും ഇനി അഭിമുഖീകരിക്കാനിരിക്കുന്ന പ്രശ്നങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഉൾക്കാഴ്ച ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അവരോട് കുറേ പരിഗണനയോടെ ഇടപെടാൻ സാധിക്കും. അത് ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. അപ്പോൾ അതിന് ഒരു വിദഗ്ധ ഡോക്ടറുടെ ഒരു സഹായം ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് കയറാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്ന ചില ടിപ്സുകൾ പ്രദാനം ചെയ്തെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ വലിയ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വേറൊരു വിഷയമായിട്ട് കാണാം. അതുവരെ ഗുഡ് ബൈ.